1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസ്നേഹത്തെ സംബന്ധിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ് തൻ്റെ വാക്കുകളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു, ഇപ്പോഴും നമ്മെ എത്രമാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവിയിലും അവിടുത്തെ സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും എന്ന് തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തെയാണ് വാസ്തവത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം എടുക്കുക. അവിടെ നാം കാണുന്നത് ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതായ കാര്യങ്ങൾ ഓരോന്നും നാം വായിച്ചു നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ആ മനുഷ്യനെ അവൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി നൽകി എന്ന് കാണുവാൻ സാധിക്കും. അവൻ്റെ ശരീരഘടന തന്നെ വാസ്തവത്തിൽ ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്രമാത്രം കൃത്യമായിട്ടാണ് എന്നുള്ളത് അത്ഭുതാവഹമായ കാര്യമാണ്. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവൻ എല്ലാവിധ സുഖസൗകര്യങ്ങളും ലഭിക്കത്തക്ക നിലയിൽ അവനെ ഏദൻ തോട്ടത്തിലാക്കുന്നത് മുതൽ ഇങ്ങോട്ട് നാം നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും അവൻ ആവശ്യമുള്ളതൊക്കെ സന്തോഷത്തോടെ അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം അവന് നൽകിയിരുന്നു. അത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. എന്നാൽ മനുഷ്യൻ വീണുപോയെങ്കിലും ആ വീണുപോയതായ സ്ഥാനത്ത് നിന്ന് അവനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ദൈവം ഒരുക്കി. അങ്ങനെ ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നുള്ളത് തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായി നമ്മുടെ മുൻപാകെ വരച്ചു കാട്ടുകയാണ്. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ഒരു യാഗമായി അർപ്പിച്ച് അങ്ങനെ സ്വന്തം പുത്രൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹം എത്രമാത്രം വിലയേറിയതായ സ്നേഹമാണ്. അതുകൊണ്ടാണ് എഫെസ് ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്നുള്ളത്. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം നമ്മെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് നമ്മോട് വാത്സല്യത്തോടുകൂടെ നമ്മെ കരുതുന്നു, പരിപാലിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഒരു പിതാവ് തൻ്റെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിൻ്റെ അനുസരണമായിട്ടുള്ള വാത്സല്യം അവരോട് കാണിക്കും. ആ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും വളരെയേറെ ചിന്തനീയമാണ്. അത് മക്കളോടുള്ളതായ ആ സ്നേഹവും വാത്സല്യവുമാണ്. ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹിക്കുമ്പോൾ തൻ്റെ വാത്സല്യം അവരോട് കാണിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മെ സ്നേഹിക്കുമ്പോൾ ആ ദൈവം നമ്മോട് വാത്സല്യം കാണിക്കുന്നു. തൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുവാൻ നമുക്കിടയായിത്തീരുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ഓർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തത്. അതാണ് നാം രാവിലെ വായിച്ചത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയാൽ എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അത്യുന്നതനായ ദൈവത്തെ, സർവ്വവ്യാപിയും സർവശക്തനുമായ സർവാധികാരിയായ ഈ ദൈവത്തെ അടുത്ത് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വപുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുവാനും ഒരു പിതാവിൻ്റെ അരികിൽ എങ്ങനെയാണോ മക്കൾ ചെന്ന് ആവശ്യങ്ങൾ അറിയിക്കുന്നത്, എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതുപോലെ അടുത്ത് ചെന്ന് സംസാരിക്കുവാനും നമുക്കിടയായി തീരുന്നത് എത്രയോ വലിയ ഒരു ഭാഗ്യമാണ്. മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മെ കരുതുന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിത്തരുന്നു. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാലും ദൈവം നമ്മെ എത്രമാത്രം അത്ഭുതാവഹമായിട്ടാണ് കരുതുന്നത്. എന്തെല്ലാം ആവശ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതൊന്നൊന്നായി നാം നോക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ ദൈവം സ്നേഹിക്കുന്നതായ, ദൈവം നമ്മെ കരുതുന്നതായ വിധങ്ങൾ നാം ഒന്ന് ഓർത്തു നോക്കുന്നത് എത്രയോ നന്നായിരിക്കും. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും എടുത്തു നോക്കിയാലും
നാം അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ എത്ര വിലയേറിയതാണ്. ചില ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചിരിക്കുന്നതാണ്. എന്നാൽ ചില ആവശ്യങ്ങൾ നാം ഓർമ്മിക്കാതെ പോകുന്നു. എന്നാൽ അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകി നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും നാം ശ്വസിക്കുന്നതായ പ്രാണവായു മുതൽ അങ്ങോട്ട് ദൈവം നമുക്ക് നൽകി തന്ന് നമ്മെ കരുതുന്നത് നമുക്ക് മറക്കുവാൻ സാധ്യമല്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളതായ ഉപകാരങ്ങൾ അസംഖ്യമായിട്ടുള്ള ഉപകാരങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. എന്തെല്ലാം ഉപകാരങ്ങളാണ് ദൈവം ഓരോ ദിവസവും നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കരുതുന്നു. നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം നമ്മെ കരുതുന്നത്. ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകുന്നു എന്നുള്ളത് തന്നെ എത്രയോ വലിയ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. നാം ഒന്നുകൊണ്ടും പതറിപ്പോകേണ്ടതായ ആവശ്യമില്ല, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായ ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും സ്തോത്രത്തോടെ നമ്മുടെ പിതാവിൻ്റെ അരികിൽ ചെന്ന് അറിയിക്കുവാനുള്ളതായ അനുവാദവും അവകാശവും ഒക്കെ നമുക്കുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ നമ്മെ സന്തോഷിപ്പിക്കുന്നതായ കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധ സാഹചര്യങ്ങളിൽ നാം പതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. പലതുകൊണ്ടും നാം ചിന്താധീനരായി തീരുവാനുള്ളതായ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ സമാധാനം കെട്ടുപോകുവാനുള്ളതായ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നാലും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ കരുതുന്നവനാണ് എന്നുള്ളതായ ബോധ്യമാണ് ആ ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ നമുക്ക് അനുവാദം നൽകിത്തരുന്നത്. നാം യാചിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനായ ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്നതായ സമയത്ത് കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ നാം കർത്താവിനോട് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം നമുക്ക് നൽകുന്നതായ ഉറപ്പ് എന്താണ്? കർത്താവ് നമ്മോട് കൂടെ എല്ലാ സമയത്തുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു രംഗത്തും കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നാം അറിയാതെ നമ്മോട് കൂടെയുള്ള ഒരു സ്വർഗീയ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒന്നിൻ്റെ മുൻപാകെ നാം പതറിപ്പോകേണ്ടതായ ആവശ്യമില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാവിലെ ആ വചനത്തിൽ ധൈര്യപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്, നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. പ്രയാസവേളകളിൽ, ദുഃഖവേളകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മെ കണ്ടിട്ട് മാറി കടന്നു പോകുന്നവനല്ല. ഒരു കുഞ്ഞ് കരയുമ്പോൾ അതിനെ സ്നേഹിക്കുന്ന പിതാവാണെങ്കിൽ ഒരിക്കലും അതിനെ മാറി കടന്നു പോകുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ആ കുഞ്ഞിൻ്റെ അരികിൽ ചെന്നിട്ട് അതിനെ ആശ്വസിപ്പിക്കുകയും അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിനെ സഹായിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ പിതാവ്. പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവ് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ നമ്മെ കണ്ടിട്ട് മാറി കടന്നു പോകുന്ന ഒരു പിതാവല്ല നമുക്ക് സ്വർഗത്തിലുള്ളത്. ആ കർത്താവ് നമ്മുടെ അരികിൽ വരികയും നമ്മുടെ പ്രയാസം എന്താണ്, പ്രശ്നമെന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മോട് ചോദിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. നാം നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവ് നമ്മെ സഹായിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ തലോടുന്നു, നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. അങ്ങനെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ സഹായിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന, അനുഗ്രഹത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന മഹാസ്നേഹമാണ് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നത്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ആ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്ത് ചെല്ലാം. ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഓർക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മെ കരുതുന്ന വിധങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറയാം. ഓരോ ദിവസവും കർത്താവ് എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹസ്വരൂപനായ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്ത് ചെന്ന് അപ്പാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ് എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളെ കൈവിടാത്ത ആ കർത്താവിൻ്റെ അരികിൽ നാം സ്വസ്ഥരായി, സന്തോഷത്തോടെ, സുരക്ഷിതരായി ജീവിപ്പാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാനും കർത്താവെ അവിടുത്തെ മഹാസ്നേഹത്തെ ഓർമ്മിക്കുവാനും ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇന്ന് രാവിലെ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ യാചിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ അരികിൽ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഏതെങ്കിലും നിലയിൽ നിരാശയുള്ളവർക്ക് അവിടുന്ന് സ്വസ്ഥത നൽകി അവരെ സമാധാനത്തിലേക്ക് നയിക്കണമേ. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ മുൻപാകെ പ്രയാസപ്പെടുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, കണ്ണുനീരൊപ്പണമേ. കർത്താവെ, അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, അവിടുത്തെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ധൈര്യത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.